ഹലോ, എല്ലാവർക്കും മാക്സിമ കേരള PSC യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 13 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പത്രക്കുറിപ്പുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലൂടെ, ഒരു ഹെഡ്ലൈനിലൂടെ നമ്മൾ ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് നിങ്ങളെ PSC എക്സാമിന്, അത് LDC ആയാലും മറ്റു എക്സാമുകളായാലും KS പോലെയുള്ള എക്സാമുകൾ, നിങ്ങൾ ഏത് മത്സര പരീക്ഷകൾക്ക് വേണ്ടിയാണോ തയ്യാറെടുക്കുന്നത്, ആ മത്സര പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് മാക്സിമ കേരള PSC നിങ്ങളിലേക്ക് ഒരുക്കുന്നത്. ഇപ്പൊ മാക്സിമ കേരള PSCയുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്, മാക്സിമ PSC. ഈ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന ഒരു കാര്യമാണ് LDC 2024 ആരംഭം എന്ന് പറയുന്ന ബാച്ച്. പരിപൂർണമായും സൗജന്യമായാണ്. എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ, അതുപോലെയുള്ള നമ്മളുടെ കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ, ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈവ് ക്ലാസ്സസ്, ക്യാപ്സ്യൂൾ നോട്ട്സ്, സ്റ്റഡി പ്ലാന്, അതേപോലെ കറണ്ട് അഫയേഴ്സ്, നമ്മൾ ഈ ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് അനാലിസിസ്, ഇതുപോലെയുള്ള എല്ലാ സംവിധാനവും നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതിന്റെ നോട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമ PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക, അതിൽ പോയി ജോയിൻ ചെയ്യുക. ഇന്നത്തെ ന്യൂസുകൾ നമ്മൾക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നത്, ഇപ്പൊ 3 സ്റ്റേറ്റുകളിലാണ് BJP എന്ത് ചെയ്തത്, അധികാരത്തിലെത്തിയിരിക്കുന്നത്. 5 സ്റ്റേറ്റുകളിൽ മിസോറാം എന്ത് ചെയ്തു, അവിടെ സെറോം പീപ്പിൾസ് മൂവ്മെന്റ് കൈവശപ്പെടുത്തി. തെലങ്കാന കോൺഗ്രസും കൈവശപ്പെടുത്തി. പിന്നെ ഉണ്ടായിരുന്നത് രാജസ്ഥാൻ, അതേപോലെ തന്നെ മധ്യപ്രദേശ്, അതേപോലെ തന്നെ എന്താണ്, ഛത്തീസ്ഗഡ്. ഈ പറയുന്ന 3 സ്റ്റേറ്റിലും BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത് പുതിയ സ്ഥാനാർത്ഥികളെയാണ്. അപ്പൊ ഭജൻലാൽ ശർമ്മ എന്ന് പറയുന്ന ആദ്യമായി MLA ആയ ഒരാളെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥിയായി. ഉപമുഖ്യമന്ത്രിമാരായിട്ട് ദിയ കുമാർ, പ്രേംചന്ദ് ബഡ്വ, ഈ പറയുന്ന 2 ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, നിയമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് മധ്യപ്രദേശിലും 2 ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ഓക്കെ, അപ്പൊ മുഖ്യമന്ത്രി ആരാണ്, ഭജൻലാൽ ശർമ്മ. അപ്പൊ മൊത്തത്തിൽ ഒരു പൊളിച്ചെഴുത്തിന് ആര് സന്നദ്ധമാകുന്നുണ്ട്, BJP സന്നദ്ധമാകുന്നുണ്ട്. അതൊന്നും നമ്മളുടെ വിഷയത്തിൽപ്പെട്ടതല്ല. ഭജൻലാൽ ശർമ്മയാണ് എന്ത് ചെയ്യുന്നത്, രാജസ്ഥാൻ മുഖ്യമന്ത്രി. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന 5 സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിമാരാരാണ്, വസുന്ധര സിന്ധ്യ. അപ്പൊ ഈ പറയുന്ന ആളുകളെയൊക്കെ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വസുന്ധര രാജ്. അപ്പൊ ഇവരെയൊക്കെ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, BJP ഇത്തരത്തിലുള്ള ഒരു പുതുമുഖത്തെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്, ഈ പറയുന്ന BJP നേതാവായ വസുന്ധര രാജെ, അപ്പൊ വസുന്ധര രാജെ സിന്ധ്യ, അപ്പൊ ഇവരായിരുന്നു എന്തായാലും മീൻസ് BJPയുടെ മുഖ്യമന്ത്രിയാവുക എന്ന് തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള പരാമർശങ്ങളും വന്നിരുന്നു. അതേപോലെ തന്നെ മധ്യപ്രദേശിൽ ചൗഹാനെ തഴഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പുതിയ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന പേരൊന്ന് ഓർത്ത് വെക്കുക, ഭജൻലാൽ ശർമ്മ. അതേപോലെ ഈ പറയുന്ന 5 സ്റ്റേറ്റുകള്, തെലങ്കാന, അതേപോലെ തന്നെ മിസോറാം, ദെൻ രാജസ്ഥാൻ, ദെൻ മധ്യപ്രദേശ്, ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഛത്തീസ്ഗഡ്. അപ്പൊ ഈ പറയുന്ന 5 സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിമാരാരാണ് എന്നൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അടുത്തൊരു കാര്യം, കഴിഞ്ഞ വർഷം കേരളത്തിൽ 46 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. രാജ്യത്ത് ജീവനൊടുക്കിയത് 2095 വിദ്യാർത്ഥികൾ. അപ്പൊ ഈ പറയുന്ന മൊത്തം നടന്ന ആത്മഹത്യയുടെ 1.2% പരീക്ഷയിലെ തോൽവിയെ തുടർന്നാണ്. അപ്പൊ ഈ പറയുന്ന നമ്മളുടെ പുതിയ വിദ്യാഭ്യാസ സംവിധാന രീതിയായാലും അതേപോലെ തന്നെ പുതിയ ഒരു സംസ്കാരം, അപ്പൊ ഈ ഒരു സംസ്കാരം വിജയിക്കുക എന്നത്, പരീക്ഷയിൽ വിജയിക്കുന്നവര് മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. ഈ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇത് വേണം, വേണ്ട എന്ന് പറയുന്നില്ല, വിദ്യാഭ്യാസം വേണം, വിദ്യാഭ്യാസത്തിൽ മുന്നേറണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് പരാജയപ്പെടുന്നവരെല്ലാം ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ തടയണം. ഇപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത്, ഇപ്പൊ വിദ്യാഭ്യാസം വേണം, വേണ്ട എന്നല്ല. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഒരു കൾച്ചറൽ സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം, വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു.
ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്, ഇപ്പൊ ചില കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ട് അത് പരീക്ഷാ പേപ്പറിൽ ഛർദ്ദിക്കുന്നത് അതാണോ വിദ്യാഭ്യാസം? വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഇപ്പം ഈ പറയുന്ന എല്ലാ എഡ്യൂക്കേഷനും കഴിഞ്ഞിട്ട് ഒരാളോട് വീണ്ടും പറയേണ്ടി വരികയാണ് ഹെൽമെറ്റ് ധരിക്കണം, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കണം. അപ്പൊ നമ്മളുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? അതേപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, പിന്നീട് അവരെ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നു. അപ്പൊ ഇതുപോലെയുള്ളതൊക്കെ വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിലേക്ക് എത്തിക്കേണ്ട മൂല്യങ്ങൾ എത്തിക്കാൻ പറ്റുന്നില്ല. അതേ സമയത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതിന്റെ പേരിൽ പരീക്ഷയിൽ തോൽവി അത് ജീവിതത്തിന്റെ അവസാന വാക്കാണെന്ന് വെച്ച് ഒരുപാട് ആത്മഹത്യകളൊക്കെ നടക്കുന്നു. അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒരു എന്താണ്, ഒരു ആൻസർ റൈറ്റിംഗ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. അടുത്ത കാര്യം, ഡ്യൂട്ടിക്കിടയിൽ അപകട മരണമുണ്ടായാൽ സഹായം 10 ലക്ഷമാക്കി ഉയർത്തിയിട്ട്. അപ്പൊ ഒരു സർക്കാർ ജീവനക്കാർ ഡ്യൂട്ടിക്കിടയിൽ അപകട മരണമോ അസ്വാഭാവിക മരണമോ സംഭവിച്ചാൽ അനന്തരാവകാശികൾക്ക് നൽകുന്ന എക്സ് ഗ്രേഷ്യ ആനുകൂല്യം 1.5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം രൂപയാക്കി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിന്റെ ജീവൻ രക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ജീവനക്കാർക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഓഫീസിലേക്കുള്ള യാത്രക്കിടെ അപകടത്തിൽപ്പെട്ടാലും എന്ത് ചെയ്യും, സഹായം ലഭിക്കുന്നതാണ്. അപ്പോ ഈ പറയുന്ന അംഗവൈകല്യത്തിന് 4 ലക്ഷം രൂപയും 40 മുതൽ 60% വരെ അംഗവൈകല്യത്തിന് 2.5 ലക്ഷം രൂപയും സഹായമുണ്ടാകും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ 1.5 ലക്ഷം ഉണ്ടായിരുന്നത് 10 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ന്യൂസ് തന്നെയാണ് ഡ്യൂട്ടിക്കിടയിൽ അത്യാഹിതം സംഭവിച്ചാൽ സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക സഹായ പദ്ധതി. അപ്പൊ പൊതു മാനദണ്ഡങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സ് ഗ്രേഷ്യ ആനുകൂല്യം 10 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ, ഒന്ന് ഡ്യൂട്ടിക്കിടയിൽ സംഭവിക്കുന്ന അപകട മരണം, ഡ്യൂട്ടിയുടെ ഭാഗമായി മറ്റുള്ളവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സംഭവിക്കുന്ന മരണം. ഇപ്പൊ പട്ടാളക്കാര് അല്ലെങ്കിൽ പോലീസുകാരൊക്കെ അസ്വാഭാവിക മരണമായി കണക്കാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ. അതേപോലെ തന്നെ പകർച്ചവ്യാധി എപ്പിഡമിക് ബാധിതരുടെ ചികിത്സക്കായി നിയോഗിക്കപ്പെടുന്ന ജീവനക്കാർ രോഗബാധിതരായി മരണപ്പെട്ടാലും അസ്വാഭാവിക മരണമാകും. ദെൻ ഡ്യൂട്ടിക്കിടയിൽ വൈദ്യുതാഘാതമേൽക്കൽ, ഇതുപോലെയുള്ള കാര്യം, ഓഫീസിന്റെ ഭാഗമായ മറ്റു ജോലികൾ, യാത്ര എന്നിവയ്ക്കിടയിലെ അപകട മരണം, കളക്ടർ, വകുപ്പ് മേധാവി, സ്ഥാപന മേധാവി എന്നിവരാണ് എന്ത് ചെയ്യുന്നത്, ഡ്യൂട്ടിക്കിടയിലുള്ള മരണം സാക്ഷ്യപ്പെടുത്തേണ്ടത്. അപ്പൊ അത്തരത്തിൽ ഒരാളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ ആശ്രിതർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ടാറ്റ, അതേപോലെ തന്നെ ഇവിടെ മാരുതി സുസുക്കി, അതേപോലെ തന്നെ എന്താണ് ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ, ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹോണ്ട, ഓഡി, BMW, അതേപോലെ തന്നെ ബെൻസ് ഇന്ത്യ. ഈ പറയുന്ന വാഹനങ്ങളൊക്കെ ജനുവരി മുതൽ വില കൂട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിനോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, വോക്സ് വാഗനും ഇതിനോട് ചേരുന്നുണ്ട്. ഓക്കെ, അപ്പൊ വിവിധ ശ്രേണികളിൽ 11.48 ലക്ഷം മുതൽ 35.17 ലക്ഷം രൂപ വരെ വിലയുള്ള കാറുകളാണ് എന്ത് ചെയ്യുന്നത്, വോൾക്സ് വാഗൺ വിൽക്കുന്നത്. അപ്പൊ ഈ പറയുന്ന മറ്റു കമ്പനികളൊക്കെ ഈ പറയുന്ന ഇൻപുട്ട് കോസ്റ്റ് കൂടിയത് കൊണ്ട്, ഇൻപുട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് അല്ലെ. ഓക്കെ, അപ്പൊ ഇതിന്റെ പണം കൂടിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള വാഹനത്തിന്റെ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പം വോക്സ് വാഗൺ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ആ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ചില്ലറ പണപ്പെരുപ്പത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വർധനവ് ഉണ്ടായിട്ടുണ്ട്. നവംബറിൽ 5.55% എത്തിയിട്ടുണ്ട്. അപ്പൊ 3 മാസത്തെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിലേക്ക് 5.5 എത്തി. അപ്പൊ ഇവിടെ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിലയിലെ വർധനവാണ് എന്ത് ചെയ്യുന്നത്, പണപ്പെരുപ്പത്തിന് കാരണമായത്. അതേസമയം റിസർവ് ബാങ്കിന്റെ സുരക്ഷിത പരിധിയായ 6% താഴെയാണ്. അപ്പം ഈ പറയുന്ന ഒരു സ്ട്രക്ചർ എന്താണ്, ഈ പറയുന്ന 6% എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻഫ്ലേഷന്റെ ഒരു ലിമിറ്റ് ആയിട്ട് ആര് കണ്ടിരിക്കുന്നത്, ഇവിടെ RBI കണ്ടിരിക്കുന്നത്. അതിന് താഴെയാണ്. എന്നാലും 3 മാസത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുമെന്നാണ്. ഒക്ടോബറിൽ 4.87 ആണ് അല്ലെ. ഓക്കെ, കഴിഞ്ഞ വർഷം നവംബറിൽ 5.88% ആയിരുന്നു.
ആഗസ്റ്റിലെ 6.83% ഇതിനു മുമ്പത്തെ ഉയർന്ന നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഇൻഫ്ലേഷൻ അഥവാ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്താണ്, ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു കാര്യം, ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കൂട്ടാക്കാതെ ഇസ്രായേൽ. ഇപ്പൊ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ആര് വിളിച്ചുകൂട്ടി? ആന്റോണിയോ ഗുട്ടറസ് അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് വിളിച്ചുകൂട്ടി. അതിൽ 15 മെമ്പേഴ്സ് അല്ലേ ഉള്ളത്, 5 പെർമനന്റ് മെമ്പേഴ്സും 10 താൽക്കാലിക മെമ്പേഴ്സും. ഈ പറയുന്നതിൽ 13 അംഗങ്ങളും ഈ പറയുന്ന വെടിനിർത്തലിന് അനുകൂലമായി വോട്ട് ചെയ്തെങ്കിലും ആര് വോട്ട് ചെയ്തിട്ടില്ല? ഈ പറയുന്ന US എന്താണ് നമ്മളുടെ UK വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നു. അതേ സമയത്ത് US എന്ത് ചെയ്തു? ഇതിനെതിരെ വീറ്റോ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു പ്രമേയം പാസ്സായിട്ടില്ല. അപ്പൊ ഈ പറയുന്ന അഥവാ ഇസ്രായേലിന് അനുകൂലമായി US നിലനിൽക്കുന്നുണ്ട്. US എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. ഒരു ജൂത ലോബി ഉണ്ട്, US ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ജൂത ലോബി ഉണ്ട്. അതിന്റെ ഒരു സ്വാധീനം US ഉണ്ട് വളരെ വലിയ രീതിയിൽ, അല്ലെ? ഓക്കെ, അതുകൊണ്ട് തന്നെ US ഇസ്രായേലിന് അനുകൂലമായിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇസ്രായേലും US തമ്മിലുള്ള ബന്ധം ഒരുപാട് കാലമായി ആരംഭിച്ചൊരു കാര്യമാണ്, അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ US-ന്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു തരത്തിലുള്ള സന്നദ്ധതയും, ഹമാസിന്റെ അവസാനം കണ്ടിട്ട് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് എന്ത് ചെയ്യുന്നത്? ഇസ്രായേൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാർ അനധികൃത വിദേശികളുടെ കണക്കില്ല എന്ന് കേന്ദ്രം എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്ന വിദേശികളുടെ കണക്ക് തങ്ങളുടെ പക്കലില്ലെന്നും അത് ശേഖരിക്കൽ അസാധ്യമാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അനധികൃത കുടിയേറ്റം ഗൂഢവും വഞ്ചനാത്മകവുമായ രീതിയിലായതിനാൽ അത്തരമൊരു കണക്കെടുപ്പ് സാധ്യമല്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വേണ്ടി സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോ 1966 ജനുവരി 1-നും 1971 മാർച്ച് 25-നും ഇടയിൽ അസമിൽ വന്ന ഇന്ത്യൻ വംശജരായ വിദേശ കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനുള്ള വ്യവസ്ഥ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് എന്ത് ചെയ്യുന്നത്? കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പൗരത്വവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭാഗങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഭരണഘടനയുടെ ഭാഗം 1 യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ്, 2 പൗരത്വമാണ്. ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ, അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാരാകുന്നത്, അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഈ കുടിയേറ്റക്കാരെ ബാധിക്കുന്ന എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു നിയമം കൂടി എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ല് ഇതിനോട് ചേർത്ത് വായിക്കണം. അതുപോലെയുള്ള കാര്യങ്ങൾ കൂടി ഇതിനോടൊന്ന് ചേർത്ത് വായിക്കുക. അടുത്തത് ക്രിമിനൽ നിയമ ബില്ലുകൾ. നമ്മൾ പറഞ്ഞു 3 ബില്ലുകൾ ഉണ്ടായിരുന്നു, അല്ലെ? ഒന്ന് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന IPC എന്താണ് റീപ്ലേസ് ചെയ്തത്. അതേപോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്ന CRPCയെ റീപ്ലേസ് ചെയ്തത്. അതേപോലെ തന്നെ ഭാരതീയ സാക്ഷ്യ ബിൽ എന്ന് പറയും, ഇതെന്താണ് എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തത്. അപ്പൊ ഇതിൽ പാർലമെന്ററി കമ്മിറ്റി ചില റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ചു എന്നതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? കേന്ദ്ര സർക്കാർ 2 ദിവസം മുമ്പെയാണ് അത് പിൻവലിച്ചത്. അതിന് പകരം ഈ പറയുന്ന ബില്ലുകൾ അഥവാ ഭാരതീയ ന്യായ 2ാം സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷ 2ാം സംഹിത, ഭാരതീയ സാക്ഷ്യ ബില്ല് 2ാം ബില്ല് എന്ന് പറയുന്ന 3 ഭേദഗതി ബില്ലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? 3 ബില്ലുകൾ അവതരിപ്പിച്ചു. അപ്പൊ കേന്ദ്ര സർക്കാർ പറഞ്ഞ്, ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എന്താണ്? അതിൽ പാർലമെന്ററി കമ്മിറ്റി മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഇത് പിൻവലിക്കുന്നു എന്നാ പറഞ്ഞത്. പുതിയ ബില്ലുകളായി അവതരിപ്പിക്കും. അപ്പൊ ഇത് പുതിയ ബില്ലുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ 2 വ്യവസ്ഥകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ 150-ാം വകുപ്പിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ക്രിമിനൽ നടപടി ചട്ടത്തിന് പകരമുള്ള ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ 2 വ്യവസ്ഥകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വകുപ്പ് 86 അനുസരിച്ച് എന്ത് ചെയ്യും? ഇതുപോലെയുള്ള കാര്യം, ആരോഗ്യത്തിന് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മനഃപൂർവ്വ പെരുമാറ്റം വകുപ്പ് 86 പ്രകാരം
അപ്പൊ ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നതോ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നതോ മാനസികമോ ശാരീരികമോ ഉള്ള ആരോഗ്യത്തിന് അപകടമുണ്ടാക്കുന്നത് അതുപോലെയുള്ള സംഗതികൾ ക്രൂരതയായി കണക്കാക്കപ്പെടും. സ്വത്തിനോ വിലപ്പെട്ട വസ്തുക്കൾക്കോ വേണ്ടി നിയമവിരുദ്ധമായ ആവശ്യം നിറവേറ്റാൻ ഒരു സ്ത്രീയെ അവരുമായി ബന്ധപ്പെട്ട വ്യക്തിയെയോ നിർബന്ധിച്ചാലും സ്ത്രീയോടുള്ള ക്രൂരത, ഇപ്പൊ സ്ത്രീധന പ്രശ്നമൊക്കെ ഇല്ലേ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ദെൻ ഭീകരവാദത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. സാമ്പത്തിക സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്നത് ഭീകരവാദമാണ്. അപ്പൊ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തൽ എന്തല്ല, ഭീകരവാദമല്ല. അപ്പൊ ക്രിമിനൽ നിയമപരിഷ്കരണത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ബില്ലുകൾ പ്രകാരം രാജ്യത്തെ സാമ്പത്തിക സുരക്ഷയ്ക്കെതിരായ പ്രവർത്തനവും എന്താണ്, ഭീകരവാദമായി കണക്കാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ വന്ന മാറ്റം അതൊന്ന് മാത്രം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പൊ ഇവിടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനും അഖണ്ഡത, സുരക്ഷത ഭീഷണിയാവുന്ന കാര്യങ്ങൾ ഭീകര പ്രവർത്തനമായിരുന്നു. എന്നാൽ പുതിയതിൽ സാമ്പത്തിക സുരക്ഷക്കെതിരെ പ്രവർത്തിക്കുന്നത് കൂടി എന്താണ്, ഭീകര പ്രവർത്തനമായി കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഭീകരവാദത്തിന്റെ അല്ലെങ്കിൽ ഡെഫിനിഷനിൽ ഒരു മാറ്റം വന്നു. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക ഘടനയെ അസ്ഥിരപ്പെടുത്തുന്നത് ഭീകര നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന അല്ലെങ്കിൽ സർക്കാരിനെതിരായ പോരാട്ടങ്ങളെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികൾ ദുരുപയോഗം ചെയ്യാൻ പഴുത് നൽകുന്ന ഈ വ്യവസ്ഥ പുതിയതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്നത് ഭീകരവാദമായിരുന്നു. അതെന്ത് ചെയ്തിട്ടുണ്ട്, അത് പലപ്പോഴും ഈ പറയുന്ന ഏജൻസികൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തൊരു കാര്യം, കറുപ്പ് ഉൽപാദനത്തിൽ മുന്നിൽ മ്യാൻമർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ UN-ന്റെ ഡ്രഗ്സ് ആൻഡ് ക്രൈം ഓഫീസ് ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണം വന്നതോടുകൂടി കറുപ്പ് ഉൽപാദനം നിരോധിച്ചതോടെയാണ് എന്ത് ചെയ്യുന്നത്, മ്യാൻമറിൽ ഉൽപാദനം എന്ത് ചെയ്തത്, കൂടിയത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അല്ലെ, അപ്പൊ ഇന്ത്യയുടെ ഇവിടെയാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ഇന്ത്യക്ക് അത്ര ഭീഷണിയായിരുന്നില്ല, കാരണം പാകിസ്ഥാൻ കഴിഞ്ഞിട്ട് വേണം ഇന്ത്യയിലേക്ക് എത്താൻ. അതേസമയത്ത് മ്യാൻമർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ്, ഇപ്പൊ ഈ പറയുന്ന ഒരു മേഖലയെ വളരെ വലിയ വ്യാപകമായ ഒരു രീതിയിൽ അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പൊ ഇത് ഇന്ത്യക്ക് ഭീഷണിയാണ്. അപ്പൊ കറുപ്പ് ഉൽപാദനത്തിൽ അഫ്ഗാനിസ്ഥാനിൽ എന്ത് ചെയ്തു, താലിബാൻ സർക്കാർ ഒരു മുസ്ലിം ഓർത്തഡോക്സ് അല്ലേ, അപ്പോ അത് വന്നതുകൊണ്ട് തന്നെ ഒരു യാഥാസ്ഥിതിക സംവിധാനം വന്നപ്പോൾ അവർ കറുപ്പ് ഉൽപാദനം എന്ത് ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ 95% ഉൽപാദനം അഫ്ഗാനിസ്ഥാനിൽ കുറഞ്ഞു എന്നൊക്കെ ഹിന്ദു റിപ്പോർട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് മ്യാൻമർ ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ആരാണ്, UN ഡ്രഗ്സ് ആൻഡ് ക്രൈം ഓഫീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു കാര്യം, ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് 1/3 സ്ത്രീ സംവരണം ഉറപ്പാക്കുന്ന കേന്ദ്രഭരണ പ്രദേശ ഭേദഗതി ബില്ലും ജമ്മു കാശ്മീർ സംവരണ മണ്ഡല പുനർനിർണയ ബില്ലുകളും ലോക്സഭ എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ ആർട്ടിക്കിൾ ഭരണഘടനാ ഭേദഗതി 106 പ്രകാരം 1/3 സംവരണം അല്ലെങ്കിൽ 1/3 സംവരണം സ്ത്രീകൾക്ക് നൽകിയിരുന്നല്ലോ. അത് ജമ്മു ആൻഡ് കാശ്മീർ ഈ പറയുന്ന UT-യിലേക്ക് കൂടി, ജമ്മു ആൻഡ് കാശ്മീറും അതേപോലെ തന്നെ എന്തുണ്ട്, പുതുച്ചേരി ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 2 മേഖലകളിലേക്ക് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്, പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഇവിടെ മെഹബൂബ മുഫ്തി ഇതുപോലെയുള്ള ആളുകളൊക്കെ വിത്തടങ്കിലാണ് ഇതുപോലെയുള്ള കാര്യം. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 370 അനുച്ഛേദം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് ഇപ്പം പുതിയ കാശ്മീരുമായി ബന്ധപ്പെട്ട 1/3 റിസർവേഷൻ നൽകുന്ന, സംവരണം നൽകുന്ന ബില്ല് കൂടി ലോക്സഭ പാസ്സാക്കിയിട്ടുണ്ട്. അടുത്തൊരു കാര്യം, റിപ്പബ്ലിക് ദിനം ജോ ബൈഡൻ എത്താൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഈ പറയുന്ന ബൈഡൻ വരും എന്ന് പറഞ്ഞത് ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേ. അപ്പൊ ഈ ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേയിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ബൈഡൻ വന്നു കഴിഞ്ഞാൽ ജനുവരി 27-നായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ഈ ക്വാഡ് സമ്മിറ്റ് തീരുമാനിച്ചത്. ക്വാഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, US ഈ പറയുന്ന 4 രാജ്യങ്ങൾ കൂടുന്നതാണ് ക്വാഡ്. അപ്പൊ ഇവിടെ ഓൾറെഡി എന്താണ്, ജപ്പാനും ഓസ്ട്രേലിയയും പങ്കെടുക്കാനുള്ള ചെറിയ രീതിയിലുള്ള ഒരു സന്നദ്ധത അറിയിച്ചിരുന്നു ജനുവരി 27-ന്. അതേസമയത്ത് ജനുവരി 26-ന് ഓസ്ട്രേലിയയുടെ നാഷണൽ ഡേ ആണ്. അതേപോലെ തന്നെ അന്ന് എന്തുണ്ട്, ഈ പറയുന്ന ജപ്പാൻ
പ്രൈം മിനിസ്റ്റർക്കാണെങ്കിൽ അദ്ദേഹത്തിനും അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു സമ്മേളനം കഴിഞ്ഞ് 26-ന്റെ സമ്മേളനം കഴിഞ്ഞ ഉടനെ ഇപ്പൊ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ അവിടുന്ന് പോന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജനുവരി 27-ന് ഈ പറയുന്ന മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ജനുവരി 27-ന് ഈ മീറ്റിംഗ് നടക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം, ബൈഡൻ 26-ന് റിപ്പബ്ലിക് ഡേ പരേഡിന് വരേണ്ടി വരും. അതേപോലെ ഈ പറയുന്ന മീറ്റിംഗ് ഒരു ഫെബ്രുവരി 1-നൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ആ സമയത്തും വരേണ്ടി വരും. അപ്പൊ അതേ സമയത്ത് ബൈഡന്റെ പ്രശ്നം എന്താണ്, 2024 എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. അപ്പൊ 2 പ്രാവശ്യം ഇന്ത്യയിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. ജനുവരി 27-ന് ക്വാഡ് സമ്മിറ്റ് നടത്തും എന്നത് എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായ രീതിയിൽ ഇന്ത്യ പ്രഖ്യാപനം നടത്തുകയും ചെയ്യാത്തത് കൊണ്ട് ബൈഡൻ പങ്കെടുക്കാൻ സാധ്യതയില്ല. അപ്പൊ ഒരു കാര്യം നമ്മൾ പഠിച്ചു വെക്കണം, 2024 ജനുവരി 26 റിപ്പബ്ലിക് ഡേ പരേഡിൽ മുഖ്യ അതിഥിയായി വരേണ്ടിയിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, ബൈഡൻ വന്നിട്ടില്ലെങ്കിൽ കൂടി പുതിയൊരാളെ പ്രഖ്യാപിക്കുകയോ വരികയോ ചെയ്താൽ പോലും ബൈഡൻ ആരായിരുന്നു വരേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചാൽ അതാരാണ്, US പ്രസിഡന്റ് ആരാണ്, ജോ ബൈഡൻ ആണ്. ഓക്കെ, അതേ സമയത്ത് ഇവിടെ ഒരു ക്വാഡ് എന്ന് പറയുന്ന ഒരു സമ്മിറ്റ് കൂടി ബാക്കിയുണ്ട്. ക്വാഡിൽ ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത്, US, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ. ഇനി നോർവേ കപ്പലിന് നേരെ ഹൂതി ആക്രമണം. ഈ ഹൂതി എന്ന് പറയുന്ന വിഭാഗം അത് ഏത് രാജ്യത്തുള്ള ആളാണ്? അപ്പൊ യമനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹൂതി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവര് ഈ പറയുന്ന നോർവീജിയൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. കാരണം ഈ പറയുന്നത് എന്താണ്, ഇസ്രായേലിന് വേണ്ടിയുള്ള ഇന്ധനങ്ങളിൽ ഉപയോഗിക്കാനുള്ള പാം ഓയിൽ ഇറ്റലിയിലേക്ക് പോവുകയായിരുന്നു എന്ന് കപ്പൽ ഉടമസ്ഥർ നോർമയിലെ മോവിയൻ ടാങ്കേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നത് എന്താണ്, ഈ പറയുന്ന എന്താണ്, ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉണ്ടല്ലോ, അപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പൊ ഇത്രയും ഭീകരമായ അന്തരീക്ഷത്തിലെത്തിയിട്ടും ഇത് പരിഹരിക്കാൻ വേണ്ടി ഒരു തരത്തിലും ഇപ്പൊ UN ഇടപെടുമ്പോൾ പോലും US വീറ്റോ ചെയ്യുകയാണ് അല്ലെ. അപ്പൊ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി വെസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമവും നടക്കുന്നില്ല. അതേ സമയത്ത് അറബ് രാഷ്ട്രങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി അവരാലാവുന്ന, പ്രത്യേകിച്ച് ഖത്തർ പോലെയുള്ള രാഷ്ട്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിരന്തരം ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഖത്തറ പറഞ്ഞത് US-നെതിരെ അതേപോലെ തന്നെ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതി യുദ്ധക്കുറ്റത്തിന് കേസ് എടുക്കണം എന്നൊക്കെയുള്ള പരാമർശങ്ങൾ വരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പൊ UAE, സൗദി ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ആര് സന്ദർശിച്ചിട്ടുണ്ട്, പുടിൻ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ആ പറയുന്ന കോക്കസ് ഒക്കെ ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും വെസ്റ്റോ US-ഓ എന്ത് ചെയ്തിട്ടില്ല, ഇതിനു വേണ്ട രീതിയിലുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഇപ്പൊ മറ്റൊരു കാര്യം, ഇപ്പോ നീണ്ട 60 വർഷത്തിന് ശേഷം എയർ ഇന്ത്യ ജീവനക്കാർക്ക് വേണ്ടി പുതിയ യൂണിഫോം അവതരിപ്പിച്ചിട്ടുണ്ട്. ക്യാബിൻ കോക്പിറ്റ് ജീവനക്കാർക്കായി മനീഷ് മൽഹോത്രയാണ് യൂണിഫോം തയ്യാറാക്കിയത്. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, എയർ ഇന്ത്യ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ടാറ്റ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ യൂണിഫോമിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, സിയാച്ചിൻ സൈനിക മുന്നണിയിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആയിട്ട് ആര് വരുന്നുണ്ട്, ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറായി കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം നിയമിതയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒറ്റ കാര്യം പഠിച്ചു വെക്കുക, സിയാച്ചിൻ സൈനിക മുന്നണിയിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്, ഫാത്തിമ വസീമാണ്. ഓക്കെ ആണോ? അപ്പൊ ഈ പറയുന്നൊരു കാര്യം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. സിയാച്ചിൻ ബാറ്റിൽ സ്കൂളിലെ നീണ്ട നാളത്തെ പരിശീലനത്തിന് ശേഷമാണ് ഈ നിയമനം എന്ന് ഫാത്തിമ ചരിത്രം കുറിച്ചതെന്നും ഫയർ ആൻഡ് റെസ്ക്യൂ ഫോർ അപ്പൊ ഇവര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഫാത്തിമ വസീമാണ് എന്ത് ചെയ്യുന്നത്, സിയാച്ചിൻ സൈനിക മുന്നണിയിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ. ഇതുപോലെ മറ്റു പല വനിതാ ഓഫീസേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. അനാവശ്യ സബ്സിഡികൾ ഒഴിവാക്കണമെന്ന് RBI പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന മീൻസ് അനാവശ്യ സബ്സിഡികളിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് നല്ലതെന്ന് റിസർവ് ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ചില സംസ്ഥാനങ്ങൾ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് പഴയ പെൻഷൻ സമ്പ്രദായത്തിലേക്ക് മടങ്ങിപ്പോയിരുന്നു. അപ്പൊ ഈ പറയുന്ന സാമ്പത്തിക സ്ഥിതിയെ ഗുരുതരമായി ബാധിക്കും. അപ്പൊ ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവര് കൂടി പങ്കാളികളായിട്ടുള്ള ഒരു പെൻഷൻ ആണല്ലോ.
അപ്പൊ ഇത്തരത്തിലല്ല പഴയ പെൻഷൻ രീതിയാണെങ്കിൽ, ഇപ്പൊ കേരളം പോലെയുള്ള ഇപ്പം ഒരു രസകരമായ രീതിയിൽ ഹൈക്കോടതി പറഞ്ഞു ഇനി ആരും പെൻഷൻ കിട്ടിയിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കേണ്ട എന്ന രീതിയിൽ ഒരു വാക്കാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈക്കോടതി ഒരു പരാമർശം നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ പങ്കാളിത്ത പെൻഷനിൽ നിന്ന് മാറുകയും ആവശ്യമില്ലാത്ത സബ്സിഡികളൊക്കെ എടുത്തു കളയുന്നതുമാണ് നല്ലത്. പല സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക ഭദ്രത ഭീഷണിയിലാണ്. ഇപ്പൊ കേരളത്തിനെതിരെ സാമ്പത്തിക അടിയന്തരാവസ്ഥക്ക് റിക്വസ്റ്റ് ചെയ്യും എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 360 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുക. അപ്പൊ കേന്ദ്രഭരണ പ്രദേശങ്ങൾ സാഹചര്യം അനുസരിച്ച് മാത്രമായിരിക്കുമെന്ന് സുപ്രീം കോടതി. അപ്പൊ ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും സംസ്ഥാനങ്ങൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്നിരിക്കെ ഭരണഘടനയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളും വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്തിനാണ്? കാശ്മീർ കേസിൽ വിധിയിൽ ഇതിനുള്ള മറുപടി നൽകുകയാണ് സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച്. അപ്പൊ ചില മേഖലകളിൽ ഭരണ യൂണിറ്റുകളാക്കുന്നത് പ്രായോഗികമല്ലാതെ വരികയും അവക്ക് സ്വന്തമായ നിലനിൽപ്പ് ആവശ്യമായ വിഭവങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പൊ സ്വതന്ത്രമായി നിലനിൽക്കാൻ പറ്റുന്നില്ല, അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ റിസോഴ്സസ് സ്റ്റിമുലേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്ന് സുപ്രീം കോടതിയുടെ ഒരു പരാമർശമുണ്ട്. അപ്പൊ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് രൂപീകരിക്കുന്നത് എന്ന് സുപ്രീം കോടതിയുടെ ഒരു പരാമർശമുണ്ട്. അതേപോലെ തന്നെ കേരള ഫിലിം ഫെസ്റ്റിവൽ അതിന്റെ ഓപ്പണിംഗ് ചിത്രമായിരുന്ന ഗുഡ് ബൈ ജൂലിയ ഉൾപ്പെടെയുള്ള സിനിമകളുടെ അവസാന പ്രദർശനം ബുധനാഴ്ച, ഇന്നിപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഗുഡ് ബൈ ജൂലിയ എന്ന് പറയുന്നത്, ഈ ഗുഡ് ബൈ ജൂലിയ എന്ന് പറയുന്ന സുഡാൻ ഫിലിം ആയിരുന്നു എന്ത് ചെയ്തത്, ഈ പറയുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ആദ്യമായി പ്രദർശിപ്പിച്ചിരുന്നത്. അപ്പൊ ഇതൊരു സുഡാൻ ഫിലിമാണ്. ഗുഡ് ബൈ ജൂലിയ എന്നാണ് പേര്. നമ്മൾ IFFK ഇല്ലേ, അപ്പൊ ഫിലിം ഫെസ്റ്റിവൽ, ആ ഫിലിം ഫെസ്റ്റിവലില് കേരള ഫിലിം ഫെസ്റ്റിവൽ ആദ്യമായി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പ്രദർശിപ്പിച്ച ഫിലിമാണ് ഗുഡ് ബൈ ജൂലിയ. ഓക്കെ, അടുത്തൊരു കറണ്ട് അഫയേഴ്സ് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. തെലങ്കാനയിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും തെലങ്കാന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സൗജന്യ യാത്ര, അതിനു വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? മഹാലക്ഷ്മി സ്കീം. എന്താണ്? മഹാലക്ഷ്മി സ്കീം എന്നാണ് എന്ത് ചെയ്യുന്നത്, തെലങ്കാനയിലുള്ള എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും തെലങ്കാന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ എന്ത് ചെയ്യുന്നു, സൗജന്യ യാത്ര അനുവദിക്കുന്നത്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലം ഏതാണ്? തിരുവനന്തപുരമാണ്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. 28ാം കേരള രാജ്യാന്തര ചലച്ചിത്ര അവാർഡ്, ഇതിന്റെ മുഖ്യാതിഥിയായി വന്നതാരാണ്? നാനാ പടേക്കർ ആണ്. ഓക്കെ, അപ്പൊ 28ാമതാണ് കേരള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. അതിൽ അതിഥിയായി വന്നതാരാണ്? നാനാ പടേക്കർ ആണ്. അതേപോലെ കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം സർക്കാർ സ്കൂളുകളിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1ാം സ്ഥാനത്ത് കേരളമാണ്, 2ാം സ്ഥാനത്ത് ഗുജറാത്ത് ആണ്, 3ാം സ്ഥാനത്ത് രാജസ്ഥാനാണ്. കേരളം, 2ാമത്തേത് ഗുജറാത്ത്, ദെൻ അതിന്റെ തൊട്ടു മുകളിലുള്ള രാജസ്ഥാൻ. അതേപോലെ 2023 ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദി ഇയർ. ഓക്കെ, 2023 അത്ലറ്റ് ആരാണ്? മെസ്സിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആരാണ്? ടൈലർ സ്വിഫ്റ്റ് ആണ് അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ ഓപ്പൺ AI-യുടെ ChatGPT 4 ബദലായി ഗൂഗിൾ പുറത്തിറക്കിയ സംവിധാനം എന്താണ്? ജെമിനി. ഇതെന്തായാലും പഠിച്ചു വെക്കണേ. ഓപ്പൺ AI-യുടെ ഈ ChatGPTക്ക് പകരമായി ഗൂഗിൾ മുന്നോട്ട് വെച്ച ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജെമിനിയാണ്. ഓക്കെ, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി എവിടെയാണ്? അമേരിക്കയാണ്. 2021 വേദി ബ്രസീലായിരുന്നു അല്ലെ. അവിടെയാണ് എന്ത് ചെയ്തത്? ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ട് അർജന്റീന എന്ത് ചെയ്തത്? കോപ്പ അമേരിക്ക നേടിയത്.
ഓക്കെ, അപ്പൊ 2024 അമേരിക്കയാണ് ജമ്മു ആൻഡ് കാശ്മീർ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സുരേഷ് റെയ്നയാണ്. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിലെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായി നിയമിക്കപ്പെട്ടത്, നിങ്ങൾക്ക് സുരേഷ് റെയ്നയെ പരിചയം ഉണ്ടാവും അല്ലെ? ഇപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വളരെ പ്രധാനപ്പെട്ട തല എന്ന് ധോണി അറിയപ്പെട്ട, അപ്പൊ ചിന്നത്തല എന്നറിയപ്പെട്ടു. പിന്നീട് കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ടീമിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അപ്പൊ സുരേഷ് റെയ്നയാണ് എന്ത് ചെയ്യുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിന്റെ യൂത്ത് അംബാസിഡറായി വന്നത്. അതേപോലെ ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നൽകിയ കാസ്ഗെ, അതേപോലെ തന്നെ ജിയൻ തെറാപ്പി ചികിത്സ ഏത് രോഗത്തിനെതിരെയുള്ള? സിക്കിൾ സെൽ അനീമിയ. അപ്പൊ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അത് US-ലുള്ള ഒരു സംവിധാനമാണ്. അവര് അംഗീകാരം നൽകിയ കാസ്ഗെവി എന്ന് പറയുന്ന ലിഫ്ജീനിയ ജീൻ തെറാപ്പി ഇന്ന് ഹിന്ദുവിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഏത് രോഗിയുമായി ബന്ധപ്പെട്ടതാണ്? സിക്കിൾ സെൽ അനീമിയ. ക്രിക്കറ്റിൽ ബെസ്റ്റ് എന്നാണ് ഒബ്സ്ട്രക്റ്റിംഗ് ഓഫ് ഫീൽഡ് നിയമപ്രകാരം ഔട്ട് ആകുന്ന ആദ്യ ബംഗ്ലാദേശ് താരം ആരാണ്? മുഷ്ഫിഖുർ റഹീമാണ്. എന്താണ്? ഒബ്സ്ട്രക്റ്റിംഗ് ദി ഫീൽഡ് നിയമപ്രകാരം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ടൈം ഔട്ട് ആകുന്ന ആദ്യത്തെ താരം ആരായിരുന്നു? ആഞ്ചലോ മാത്യൂസ് ആയിരുന്നു, ശ്രീലങ്കയുടെ. അതേപോലെ തന്നെ ഒബ്സ്ട്രക്റ്റിംഗ് ദി ഫീൽഡ് നിയമപ്രകാരം ഔട്ട് ആകുന്ന ആദ്യ ബംഗ്ലാദേശ് താരം ആരാണ്? മുഷ്ഫിഖുർ റഹീമാണ്. ഇപ്പോ ഗവർണർ, നിങ്ങൾക്കറിയാം, ഇപ്പോ ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ ഹെഡാണ്, ആർക്കും സംശയമില്ല. അപ്പൊ ഈ ഗവർണർക്കെതിരെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ട്രിവാൻഡ്രത്ത് SFI പ്രവർത്തകര് ഗവർണറെ തടഞ്ഞു വെക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോ ഈ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ SFI പ്രവർത്തകരെ ഇന്ത്യ ശിക്ഷാ വകുപ്പ് നിയമത്തിലെ 120-ാം വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നിസ്സാര വകുപ്പുകളായിരുന്നു. നിയമ വിരുദ്ധമായി സംഘം ചേരൽ, കലാപശ്രമം, പൊതുഗതാഗതം തടസ്സപ്പെടുത്തൽ, ഇതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നീട് ഗവർണർ കൂടി ഗൗരവമായി എടുത്തതോടുകൂടി 124-ാം വകുപ്പ് രാഷ്ട്രപതിയെയോ സംസ്ഥാന ഗവർണർമാരെയോ അവരുടെ നിയമപരമായ അധികാരം വിനിയോഗിക്കുന്നത് തടയുന്നതിനോ നിർബന്ധിക്കുന്നതിന്റെ ഭാഗമായുള്ള അതിക്രമത്തിനെതിരായ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പാണ്. ജാമ്യമില്ലാത്ത വകുപ്പായ 124 പ്രകാരമുള്ള കുറ്റം തെളിയിക്കപ്പെട്ടാൽ 7 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടി ഒരുമിച്ചോ ലഭിക്കും. ശിക്ഷിക്കപ്പെട്ടാൽ സർക്കാർ ജോലിക്കും എന്ത് ചെയ്യും? അയോഗ്യതയുണ്ടാകും. അപ്പൊ ഗവർണർ ഇടപെട്ടതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർക്ക് ആദ്യം നിസ്സാര വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു? 124-ാം വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അഡ്വക്കേറ്റ് M അഭിലാഷ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഗവർണർ ആക്രമിക്കപ്പെട്ടാൽ രാഷ്ട്രപതി ഭരണത്തിന് വരെ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ പദവി വഹിക്കുന്ന ഏറ്റവും വലിയ പദവിയാണല്ലോ ഗവർണർ. അദ്ദേഹം രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ്. രാഷ്ട്രപതിക്ക് സമാനമായ ഭരണഘടനാപരമായ പ്രത്യേക സംരക്ഷണം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഗവർണർ സർക്കാരിന്റെ ഒത്താശയോടെ, ഇപ്പം SFI ചെയ്തത് ശരിയാണെന്ന് പല മന്ത്രിമാരും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ വാക്കാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സർക്കാരിന്റെ ഒത്താശയോടെ ഗവർണർ തെരുവിൽ ആക്രമിക്കപ്പെട്ടു എന്ന് വന്നാൽ അത് ഭരണഘടനാ സംവിധാനം അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകരാറിലായതായി കണക്കാക്കി കേന്ദ്രത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സംസ്ഥാന സർക്കാരിനെതിരെ ഭരണഘടനയുടെ 356 പ്രകാരം രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാം. ഇതിന് ഗവർണറുടെ റിപ്പോർട്ട് വേണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ അദ്ദേഹം ആക്രമിക്കപ്പെട്ടാൽ മേൽപ്പറഞ്ഞ നടപടി കൈക്കൊള്ളാൻ SR ബൊമ്മൈ കേസിൽ സുപ്രീം കോടതി വിധി അധികാരം നൽകുന്നുണ്ട്. അപ്പൊ ഗവർണർ ആക്രമിക്കപ്പെട്ടാൽ 1994 SR ബൊമ്മൈ കേസിൽ ആ ഒരു വകുപ്പ് അനുസരിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം? രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാം. ഓക്കെ, അപ്പൊ ഇതെന്താ? ആന്തരിക വിധ്വംസനമായി അത്തരം സംഭവം കണക്കാക്കാം. ഗവർണർ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ മറവിൽ ആക്രമിക്കപ്പെട്ടാൽ അത് ചൂണ്ടിക്കാട്ടുന്ന ഇന്റലിജൻസ് കേന്ദ്ര അന്വേഷണ റിപ്പോർട്ടുകൾ ആധാരമാക്കി എന്ത് ചെയ്യാം? നടപടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ പറയുന്ന 365-ാം വകുപ്പ് അധികാരം നൽകുന്നുണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ലംഘിച്ചതായി കണക്കാക്കിയാൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാം അല്ലെ? അക്രമത്തിന് സാധ്യത മുന്നിൽ കണ്ട് ഗവർണറുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭരണഘടനാപരമായ നിർദ്ദേശം സർക്കാരിന് നൽകാം.
അത് നിർദ്ദേശം. അപ്പോൾ 386 പ്രകാരം ഭരണഘടനാ സംവിധാനം തകരാറിലായി, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഗവർണർക്ക് സുരക്ഷ നൽകണം എന്ന് കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം നൽകി. അത് അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, JNUവിൽ ഇപ്പോ ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ്, വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി JNU. പരിപൂർണമായിട്ടും വിലക്കൊന്നുമില്ല. ചില മേഖലകൾ എന്ത് പാടില്ല, ഈ പറയുന്ന രീതിയിൽ ഇപ്പോ എന്താണ്, വൈസ് ചാൻസലർ, രജിസ്ട്രാർ ഈ പറയുന്ന ഓഫീസ് പരിസരത്ത് പ്രതിഷേധിച്ചാൽ വിദ്യാർത്ഥികൾക്ക് 20,000 രൂപ വരെ പിഴ ഈടാക്കും. കുറ്റത്തിന് ഗൗരവം അനുസരിച്ച് ബിരുദം റദ്ദാക്കാനും പുറത്താക്കാനും എന്തുണ്ട്, അധികാരമുണ്ട്. അപ്പോ ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്, അപ്പൊ ഇത് പുതിയ മാനുവൽ ആണ്. അപ്പൊ ഈ പറയുന്ന വൈസ് ചാൻസലർ, രജിസ്ട്രാർ, പ്രൊക്ടർ, അപ്പൊ ഈ പറയുന്ന ആളുകളുടെ ഓഫീസിനും പരിസരത്തൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പ്രതിഷേധം നടത്താൻ പാടില്ല. പ്രതിഷേധം നടത്തിയാൽ 20,000 രൂപ വരെ പിഴ ഈടാക്കും. പിന്നീട് ഗൗരവപരമാണെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ ബിരുദം കൂടി റദ്ദാക്കും. അടുത്തൊരു കാര്യം, മലയാളി സംരംഭമായ വേബിയോ, ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, കെയർസ്റ്റാക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അവ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടെക്നോളജി സ്റ്റാർട്ടപ്പായ വേബിയോ ഈ .comന് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലൗഡ് അധിഷ്ഠിത ഡെറ്റൽ സോഫ്റ്റ്വെയർ കമ്പനിയായ എന്ത് ചെയ്യുന്നുണ്ട്, കെയർസ്റ്റാക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ബിയോയിൽ 2020 ഭാരതി എയർടെൽ 10% ഓഹർ സ്വന്തമാക്കിയിരുന്നു. അതുൾപ്പെടെ 100% ഓഹരികളും എന്ത് ചെയ്യുന്നുണ്ട്, കെയർസ്റ്റാക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത്, മുതിർന്ന പത്രപ്രവർത്തകനായ N. കുഞ്ചു അന്തരിച്ചിട്ടുണ്ട്. അപ്പൊ മുതിർന്ന പത്രപ്രവർത്തകനാണ്, വിവർത്തകനാണ്, എഴുത്തുകാരനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഇദ്ദേഹം എന്താണ്, ഒരു സൈനിക ജീവിതം ഔദ്യോഗികമായി ആരംഭിച്ചിരുന്നു. 1973 വിരമിച്ചതിന് ശേഷം ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിലെ തലപ്പത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ പല എന്താണ് പ്രമുഖമായ സേവനവും നടത്തിയ ഒരാളാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു പേര് എന്താണ്, കുഞ്ചു എന്ന് പറയുന്ന ആള് മരിച്ചിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന ഒരു കാര്യം, പല പ്രമുഖ കഥാകൃത്തുക്കളുടെ പട്ടാള കഥകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതേപോലെ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അടുത്തൊരു കാര്യം, കാശ്മീർ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ചൈന. ഇപ്പൊ ചൈന ഇന്ത്യക്കെതിരായിട്ട് പല രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. ഇപ്പം പുതിയ മാപ്പിൽ അരുണാചൽ പ്രദേശ് ഇതുപോലെയുള്ള മേഖലകളൊക്കെ ഉണ്ട് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാശ്മീർ വിഷയം ഇന്ത്യയും പാകിസ്ഥാനും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുപോലെയുള്ള കാര്യങ്ങൾ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, കൃത്യമായ രീതിയിൽ ആ ഒരു വിധിക്ക് തൊട്ടു പിന്നാലെയാണ് ചൈനയുടെ പരാമർശം വരുന്നത്. അടുത്തൊരു കാര്യം, ആഗോള സെർച്ച് എഞ്ചിനായ ഗൂഗിളിൽ കഴിഞ്ഞ 25 വർഷത്തിനിടെ ഏറ്റവും അധികം തിരിഞ്ഞ കിക്ക്റേറ്റർ എന്ന നേട്ടത്തിനുടമയാരാണ്, വിരാട് കോഹ്ലിയാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും അധികം തിരഞ്ഞ കായിക താരം സൗദി ക്ലബ് അൽ നസറിന്റെ പോർച്ചുഗൽ കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ദെൻ ഫുട്ബോൾ ആണ് ഏറ്റവും കൂടുതൽ തിരഞ്ഞ കായിക ഇനം. ഏറ്റവും അധികം തിരഞ്ഞ ക്രിക്കറ്റർമാരുടെ പട്ടികയിൽ ഇന്ത്യൻ താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ, MS ധോണി, രോഹിത് ശർമ്മ എന്നിവരുണ്ട്. ഏറ്റവും മുകളിലുള്ളത് ആരാണ്, ഈ പറയുന്ന കോഹ്ലിയാണ്. ഓക്കെ, ക്രിക്കറ്റർ ആണ്. ഏറ്റവും കൂടുതൽ കായിക താരം എന്ന് പറയുന്നത് ആരാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്, സൗദി അൽ നസർ ക്ലബിന്റെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ശ്രദ്ധിക്കാം. ഇപ്പോ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ഇത്തവണ 6 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. നീരജ് ചോപ്ര അവസാന റൗണ്ടിൽ പുറത്തായിട്ടുണ്ട്. US-ന്റെ സ്പ്രിന്റ് ചാമ്പ്യൻ നോഹ ലൈസ്, അതേപോലെ തന്നെ ദീർഘദൂര ഓട്ടക്കാരി ഫെയ്ത്ത കിപ്പിയോൺ ഈ വർഷത്തെ മികച്ച ട്രാക്ക് അത്ലറ്റുകളുടെ അല്ലെങ്കിൽ രാജ്യാന്തര സംഘടനയായ വേൾഡ് അത്ലറ്റിക് അല്ലെങ്കിൽ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് സ്ഥാനം നേടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മാരത്തോൺ വിഭാഗങ്ങളിലായി 6 പേരാണ് അർഹരായത്. ഓക്കെ, അപ്പൊ സ്വീഡിഷ് പോൾ വോൾട്ട് താരം അർമാൻ ഡുപ്ലിസ്, അതേപോലെ തന്നെ എന്താണ് മികച്ച പുരുഷ താരം ഇദ്ദേഹമാണ്. അതേപോലെ തന്നെ എന്താണ് വനിതകളുടെ ഫീൽഡ് ഇനങ്ങളിൽ വെനസ്വേലയുടെ ട്രിപ്പിൾ ജമ്പ് താരം യുമൽ റോഹിസ്, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യയുടെ ആരാണ് നമ്മളുടെ ജാവലിൻ ത്രോ നീരജ് ചോപ്ര, അദ്ദേഹം ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്
ഏറ്റവും മികച്ച പ്രഖ്യാപിച്ച ആൾ ആരാണ്? ഈ അവസാന റൗണ്ടിൽ ഇദ്ദേഹം പുറത്തായിട്ടുണ്ട്. അപ്പൊ നോഹ ലൈസ് അതേപോലെ തന്നെയാണ് ഫെയ്ത്ത കിപ്യോർ, ഈ പറയുന്ന രണ്ടാളുകളാണ് എന്ത് ചെയ്യുന്നത്? മികച്ച അത്ലറ്റുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ നോഹക്കും ഫെയ്ത്താനും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഫെയ്ത്ത് കിപ്യോർ, അതേപോലെ തന്നെ നോഹ ലൈസ്, അതേപോലെ തന്നെ എന്താണ് അർമാൻഡോ ഡ്യൂപ്ലാന്റിസ്. അപ്പൊ ഈ പ്രാവശ്യം പുരസ്കാരം 6 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യം, ഏറ്റവും മികച്ച പുരുഷ വിഭാഗത്തിൽ നോഹ ലൈസിനെയും വനിതകളിൽ കെനിയയുടെ ഫെയ്ത്ത് കിപ്പോഗിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു കാര്യം, അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലും US ഒറ്റപ്പെടുന്നു. ഗസയിൽ ആക്രമണത്തിന് ഒരു അയവും വരുത്താത്ത രീതിയിലാണ് ഇസ്രായേൽ. ഇപ്പൊ ഏകദേശം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 18,000 കടന്നിട്ടുണ്ട് മരണം. അതുകൊണ്ട് തന്നെ US അതേപോലെ തന്നെ ഇസ്രായേലും എന്ത് ചെയ്യുന്നുണ്ട്? ഒറ്റപ്പെടുന്നുണ്ട്. അപ്പൊ ഇസ്രായേല് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് ടാഗ് ലൈനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നു. അപ്പൊ റീസെന്റ് ആയിട്ട് രക്ഷാസമിതിയുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഒരു അടിയന്തര യുദ്ധം നിർത്തൽ പ്രഖ്യാപിച്ചപ്പോ 15 രാഷ്ട്രങ്ങളല്ലേ, 5 പെർമനന്റ് മെമ്പേഴ്സും 10 മെമ്പേഴ്സും, ഇതിൽ 13 ആളുകളും ഈ പറയുന്ന വെടിനിർത്തലിനെ അനുകൂലിച്ചപ്പോൾ UK ഇതിൽ നിന്ന് വിട്ടുനിന്നു, US വീറ്റോ ചെയ്തു. അപ്പൊ ആ ഒരു അവസാന സാധ്യതയും എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയി നടന്നതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് രാഷ്ട്രങ്ങൾ 193 രാഷ്ട്രങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? 154 രാഷ്ട്രങ്ങളോളം വോട്ട് ചെയ്തു. 24 രാജ്യങ്ങൾ വിട്ടുനിന്നു. വളരെ കുറഞ്ഞ രാജ്യങ്ങൾ എതിരായി വോട്ട് ചെയ്തു. അതേപോലെ തന്നെ കാലാവസ്ഥ ഉച്ചകോടി, ഫോസിൽ ഇന്ധന ഉപയോഗത്തിന്റെ ഭാവിയിൽ തീരുമാനമായിട്ടില്ല. ഇപ്പോ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ, ഇന്ത്യ ചൈന പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഈ പറയുന്ന കൽക്കരി, എണ്ണ, പ്രകൃതിവാതകം ഇവയുമായുള്ള അല്ലെങ്കിൽ ഇവയുടെ ഉപയോഗം കുറക്കാൻ ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യം ചെയ്യരുത് എന്നതാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെയൊക്കെ ആവശ്യം. അപ്പൊ കാലാവസ്ഥ വ്യതിയാനം ഇത് വളരെ നാശകരമായ രീതിയിലേക്കാണ് പോകുന്നത്. അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ COP28 ഫോസിൽ ഫ്യൂവലിന്റെ ഉപയോഗം അവസാനിപ്പിക്കുന്നതിൽ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ COP28 ദുബായിലാണ്. നവംബർ 30 മുതൽ ഡിസംബർ 12 വരെയാണ് നടന്നത്. ദെൻ 27 എവിടെയായിരുന്നു? ഈജിപ്തിലായിരുന്നു 27. 26 ഗ്ലാസ്ഗോയിലാണ്. 29 എവിടെയാണ് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, മാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, പുതിയ നിയമം വന്നിട്ടുണ്ട്. എന്താണ്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചതായി തെളിഞ്ഞാൽ ഇനി പിഴ 1,00,000 രൂപയാണ്, അഥവാ 25,000 രൂപയാണ്. ഓക്കെ, 500 രൂപ തത്സമയം പിഴമാണ്. ആഘോഷങ്ങളിലും സൽക്കാരങ്ങളിലും ഡിസ്പോസിബിൾ പാത്രങ്ങളും കുപ്പിവെള്ളവും നിരോധിക്കാനും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പ്രധാന ശുപാർശകൾ, ചടങ്ങുകളിൽ ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി നടപ്പാക്കും. 100 അതിൽ കൂടുതലോ പേർ പങ്കെടുക്കുന്ന ചടങ്ങുകളെ സംബന്ധിച്ച വിവരങ്ങൾ 3 ദിവസം മുമ്പ് കോർപ്പറേഷനെ അറിയിക്കണം. പാകം ചെയ്ത ഭക്ഷണം വിളമ്പാനും പാക്ക് ചെയ്യാനും പ്ലാസ്റ്റിക് ഷീറ്റുകൾ, മൾട്ടി ലെയർ പ്ലാസ്റ്റിക് പേപ്പറുകൾ, ഡിസ്പോസിബിൾ പാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് നിരോധിക്കും. അതേപോലെ തന്നെ എന്താണ്? മാലിന്യ പരിപാലന സംവിധാനത്തിന് യൂസർ ഫീ നൽകണം. കെട്ടിട അവശിഷ്ടങ്ങൾ കോർപ്പറേഷന്റെ അനുമതിയോടെ മാത്രമേ സംസ്കരിക്കാവൂ. ഇലക്ട്രോണിക് സാധനങ്ങൾ, പാക്ക് ചെയ്ത വരുന്ന വസ്തുക്കൾ, മൾട്ടി ലെയർ പ്ലാസ്റ്റിക്, ഇതൊക്കെ എന്ത് ചെയ്യണം? ഉൽപാദകർ തന്നെ ശേഖരിക്കണം. സൗജന്യമായോ സബ്സിഡിയോട് കൂടിയോ ജൈവമാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കാൻ കോർപ്പറേഷൻ സംവിധാനം ഒരുക്കണം. ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന മാലിന്യം സ്വന്തം ചെലവിൽ സംസ്കരിക്കണം. അപ്പൊ ഈ പിഴ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? മാലിന്യം ഇതൊക്കെ പൊതുസ്ഥലത്തിട്ടാൽ 2,000 രൂപ. പൊതുസ്ഥലത്തേക്ക് വീഴുന്ന സ്വകാര്യ സ്ഥലത്തെ വൃക്ഷങ്ങൾ 12 മണിക്കൂറിനുള്ളിൽ നീക്കിയില്ലെങ്കിൽ 1000 രൂപ. ജലാശയങ്ങൾ മലിനപ്പെടുത്തിയാൽ 500 രൂപ. ശല്യമുണ്ടാകുന്ന തരത്തിൽ മൃഗങ്ങളെ നിയമവിരുദ്ധമായി വളർത്തിയാൽ 500 രൂപ. ഉൽപാദന സ്രോതസ്സിൽ മാലിന്യം തരംതിരിക്കാതെ സൂക്ഷിച്ചാൽ 250 രൂപ. നിരോധിത പ്ലാസ്റ്റിക് ശേഖരിക്കുകയോ സംഭരിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്താൽ 5,000 രൂപ. പൊതുസ്ഥലത്തോ വഴിയിലോ മലമൂത്ര വിസർജനം നടത്തിയാൽ 500 രൂപ. ആഘോഷങ്ങളിലും അതേപോലെ തന്നെ സൽക്കാരങ്ങളിലും ഡിസ്പോസിബിൾ പാത്രങ്ങളോ ഗ്ലാസുകളോ ഉപയോഗിച്ചാൽ 5,000 രൂപ. ഇങ്ങനെയാണ് പുതിയ പിഴകൾ വരുന്നത്. കാശ്മീരിന് എത്ര വേഗം സംസ്ഥാന പദവി നൽകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് സംസ്ഥാന പദവി നൽകണം. അപ്പോ ഈ പറയുന്ന ഒരു കാര്യം, 2 കാര്യങ്ങളാണ്.
2024 സെപ്റ്റംബർ 30 മുമ്പ് എന്ത് ചെയ്യണം? ജമ്മു ആൻഡ് കാശ്മീരിൽ ഇലക്ഷൻ നടത്തണം. ഈ പറയുന്നൊരു കാര്യം കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ 370-ാം വകുപ്പ് റദ്ദാക്കാൻ വളഞ്ഞ വഴി സ്വീകരിച്ചത് തെറ്റാണ് എന്നും അത് ഗുരുതരമായ ഭരണഘടനാ ലംഘനമാണ് എന്നും സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ആർട്ടിക്കിൾ 307 റദ്ദാക്കിയത് ശരിയാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് കാശ്മീരിന് സംസ്ഥാന പദവി നൽകണം എന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ AI തിരിച്ചറിയാൻ അടയാളം നൽകരുതോ? ഇപ്പൊ പ്രധാനമായും പറയുന്നൊരു കാര്യം, ഇപ്പൊ ChatGPT പോലെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ ഇപ്പൊ പ്രധാനപ്പെട്ട പലതും ചെയ്യുമ്പോൾ വാട്ടർ മാർക്കിംഗ് സംവിധാനമല്ലേ? അപ്പൊ ഈ പറയുന്ന AI സംവിധാനങ്ങൾക്ക് കൂടി അത്തരത്തിൽ ഈ പറയുന്ന വാട്ടർ മാർക്കിംഗ് സംവിധാനം യൂസ് ചെയ്തൂടെ? അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI നിർമ്മിത ബുദ്ധിക്കെതിരെയുള്ള ഈ പറയുന്ന സംവിധാനത്തിൽ വാട്ടർ മാർക്കിംഗ് യൂസ് ചെയ്തുകൂടെ എന്നതാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമന്ത്രി ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ? ഓക്കെ, അപ്പൊ ഈ ഒരു മീറ്റിംഗ് ന്യൂഡൽഹിയിലാണ് നടന്നിരിക്കുന്നത്. അത് 29ഓളം രാജ്യങ്ങളുള്ള ഒരു സംവിധാനമാണ്. 2024 ഇതിന്റെ ചെയർ ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ലോക്സഭ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്ന ബില്ല്, അത് 106ാമത് ഭരണഘടനാ ഭേദഗതിയായിരുന്നു അല്ലെ? പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി പാസാക്കിയ ഭേദഗതി ബില്ല് എന്ന് വളരെ ചരിത്രപരമായി കൊട്ടിഘോഷിച്ചതാണ്. പക്ഷെ 2024 തെരഞ്ഞെടുപ്പിൽ പ്രായോഗികമാകില്ല. പകരം എന്താണ്? 2026 ഡീലിമിറ്റേഷന് ശേഷം 2029 തെരഞ്ഞെടുപ്പിൽ മാത്രമായിരിക്കും ഇത് പ്രായോഗികമാകുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ 33% സംവരണം ശരിക്കും ലോക്സഭ അതേപോലെ തന്നെ എന്തായിരുന്നു? ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരുന്നു സ്റ്റേറ്റ്. അതിനു പകരം ജമ്മു ആൻഡ് കാശ്മീരിലേക്കും പുതുച്ചേരിയിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അടുത്തൊരു കാര്യം, സ്ത്രീകൾ ഇപ്പോ ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്ന 2023 എക്കണോമിക്കിൽ നോബൽ പ്രൈസ് കിട്ടിയ ആൾ, അവരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന വുമൺ വർക്ക് ഫോഴ്സ് എന്താണ്? വുമൺ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കുറവാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നമ്മൾക്ക് എന്ത് പറയാം? ഈ പറയുന്ന സ്ത്രീകൾ ചെയ്യേണ്ട കാര്യം ഫാമിലി പ്ലസ് ജോബ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഈ ഫാമിലി പ്ലസ് ജോബ് ഇവർ ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ ഇവര് ലേറ്റ് നൈറ്റ് ഇരിക്കേണ്ട ജോലികൾ, അതേപോലെ തന്നെ കൂടുതൽ യാത്ര ട്രാവൽ ചെയ്യേണ്ട ജോലികൾ, അതേപോലെ തന്നെ കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ട് ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ജോലികളൊന്നും എടുക്കാൻ ഇവരെന്ത് ചെയ്യില്ല? പലപ്പോഴും സന്നദ്ധമാകില്ല. കാരണം ഇവർ കുറച്ചുകൂടി സേഫ് സോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രൊമോഷൻ കുറവായിരിക്കും. ആ പ്രൊമോഷൻ കുറവായതുകൊണ്ട് തന്നെ ഇവർക്ക് പേയ്മെന്റും കുറവായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞു എന്താണ്? ഈ അംഗൻവാടി സംവിധാനങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഡെയിലി വർക്കേഴ്സിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ കൂടുതൽ സേഫ്റ്റിയും കൂടുതൽ നല്ല ഹോസ്റ്റൽ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ വർക്ക് ഫോഴ്സിലേക്ക് എന്ത് ചെയ്യും? സ്ത്രീകൾ കുറച്ചുകൂടി അവരുടെ പ്രാതിനിധ്യം കൂടും. ഇത് തമിഴ്നാടുവിന്റെ ഒരു പഠനം അല്ലെങ്കിൽ തമിഴ്നാടുവിന്റെ ഒരു പ്രായോഗിക പഠനം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് കൃത്യമായ രീതിയിൽ തെളിവുകൾ നൽകുന്നുണ്ട്. അടുത്തൊരു കാര്യം, ഇന്ത്യയിൽ 74% ഇന്ത്യൻസിന് എന്ത് ചെയ്യുന്നില്ല? ഹെൽത്തി ഡയറ്റ്. ഇപ്പൊ ഹെൽത്തി ഡയറ്റുമായി ഇതിപ്പോ എന്താണ്? UN-ന്റെ റിപ്പോർട്ടാണ് കേട്ടോ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ UN-ന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അവരുടെ റിപ്പോർട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഈ ഹെൽത്തി ഡയറ്റ് ഏറ്റവും ചീപ്പായിട്ട് ലഭിക്കുന്നത് ഇന്ത്യയിലാണ്. എന്നിട്ട് പോലും ഇന്ത്യയിൽ 74% ആളുകൾക്ക് ഈ പറയുന്ന ഹെൽത്തി ഡയറ്റ് അഫോർഡബിൾ അല്ല. രണ്ട് കാരണങ്ങളാണ്. നമ്മൾ ഫുഡ് സെക്യൂരിറ്റി ഒക്കെ നേടിയിട്ടുണ്ടെങ്കിലും ന്യൂട്രീഷൻ സെക്യൂരിറ്റി നമ്മൾ നേടിയിട്ടില്ല. 16% അണ്ടർ നറിഷ്ഡ് ആണ്. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മാൽ ന്യൂട്രീഷൻ നേരിടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഈ പറയുന്ന ഫുഡ് സെക്യൂരിറ്റി, മാൽ ന്യൂട്രീഷൻ ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾക്ക് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പൊ ഈ ഒരു പഠനം 74% ആളുകൾക്കും ഇന്ത്യയിൽ ഹെൽത്തി ഡയറ്റ്, ആരോഗ്യകരമായ ഭക്ഷണം എന്തല്ല? അഫോർഡബിൾ അല്ല, അത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് 2024 ആരാണ്? യുണൈറ്റഡ് നേഷൻസിന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അശ്വിനി തനിഷ
ഈ പറയുന്ന അശ്വിനി പൊന്നപ്പയും തനിഷ ക്രാസ്ട്രോയും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ പറയുന്ന സെക്കൻഡ് സൂപ്പർ 100, അപ്പൊ സെക്കൻഡ് സൂപ്പർ 100 ടൈറ്റിൽ ഇവര് കരസ്ഥമാക്കിയിട്ടുണ്ട്. 3 ടൈറ്റിൽ വിന്നിങ്ങുകൾ ഇവർ റീസെന്റ് ആയി നടത്തിയിട്ടുണ്ട്. ഇവര് വേൾഡ് നമ്പർ 24ലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പേര് അശ്വിനി പൊന്നപ്പ, അതേപോലെ തന്നെ തനിഷ്ക കാസ്ട്രോ, ഈ പറയുന്നവര് ഇവരുടെ 3 ഡബിൾസ് ടൈറ്റിൽ ആണ്. തേർഡ് അത് സെക്കൻഡ് സൂപ്പർ. ഇതുകൂടി കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? വേൾഡ് നമ്പർ 24ലേക്ക് റാങ്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കുക. നാളെ ഇതേ സമയത്ത് കാണാം. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, മാക്സിമ PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പൊ തന്നെ പോയി ജോയിൻ ചെയ്യുക. താങ്ക് യു ഓൾ.